ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കൊത്തു ചപ്പാത്തിയാണ്. ഇത് തലേന്നത്തെ ബാക്കി വരുന്ന ചപ്പാത്തിയോ പൊറോട്ട ഉപയോഗിച്ച് ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കൊത്തു പൊറോട്ടയോ ഇത് കൊത്തു ചപ്പാത്തി. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു 4 ഇടത്തരം ചപ്പാത്തി നീളമുള്ള കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇത് ഒരു 2 പീസ് ചിക്കൻ ഞാൻ ഷ്രെഡ് ചെയ്ത് വെച്ചാൽ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു വലിയ ക്യാപ്സിക്കമായിരുന്നു, അതിൻ്റെ പകുതി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. ഇതൊരു ഇടത്തരം തക്കാളി കുരു കളഞ്ഞിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. കുരു കളഞ്ഞതിൻ്റെ കാരണം കുരു കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് തക്കാളി കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചെറിയ കഷ്ണം ഗാർലിക്കും കൂടെ ചതച്ച് വെച്ചതാണ്. നാടൻ വെളുത്തുള്ളിയാണ്. വലിയ ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 കഷ്ണമൊക്കെ മതി. ഇത് പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇതൊരു മുട്ട, കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. പിന്നെ പൊടികളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞുതരാം. മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഗരം മസാലപ്പൊടി വേണം, ഇത്തിരി കുരുമുളക് പൊടിയും വേണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു അര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ടയ്ക്കകത്ത് ഞാൻ ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മുട്ട അടിച്ച് വെച്ചതാണ്. സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി വലിയ പീസായിട്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇളക്കത്തില്ല. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. എന്നാലേ നമുക്ക് ആ വലിയ പീസ് കിട്ടുള്ളൂ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇളക്കാം. ഇപ്പം കണ്ട മുട്ട ഇത്തിരി വലിയ പീസസായിട്ട് കിടക്കുന്നതാണ്. ആദ്യമേ ഇളക്കി കഴിഞ്ഞാൽ തീരെ ചെറിയ പീസസായിട്ടേ കിടക്കുള്ളൂ. നമുക്ക് ഈ വലിപ്പമാണ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ പാനിലേക്ക് നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാളയും മറ്റുള്ള സാധനങ്ങളും ഒക്കെ വഴറ്റിയെടുക്കണം. പാൻ ചൂടായി നമുക്കിതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നമുക്ക് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി മൂക്കണ്ട, നല്ല പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള നീളത്തിലായിരുന്നു. എല്ലാ സാധനങ്ങളും ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും വഴരണ്ട, ഒരുവിധം ഒന്ന് വഴന്നാൽ മാത്രം മതി. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു ഇത്തിരി ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് നിറം മാറി വന്നാൽ മതി, ട്രാൻസ്പെറൻ്റായി ഇത്തിരി ഒന്ന് നിറം മാറി വന്നാൽ മതി, ഒത്തിരി വഴലണ്ട. സവാള നിറമൊക്കെ മാറി വരുന്നു. നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. കുട്ടികൾക്ക് പച്ചമുളക് കടിക്കുന്നുണ്ടെങ്കിൽ എരിവ് തോന്നുമല്ലോ. അതുകൊണ്ട് നമുക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ട് അതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷേ പച്ചമുളക് ഒഴിവാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തീരെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പച്ചമുളക് ഒഴിവാക്കുകയാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. തീരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി. എരിവൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ തീരെ എരിവ് കുറയ്ക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ഇത്തിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. ഇതൊന്നും വെന്തങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, അതുകൊണ്ടാണ് കുരു ഒഴിവാക്കിയത് നമ്മൾ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊടി ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തീരെ കുറച്ച് വെള്ളം. അപ്പോൾ കഷ്ണമൊക്കെ ഒന്ന് വെന്തും കിട്ടും, പൊടികളൊക്കെ അതിലൊന്ന് പിടിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ ഈ കഷ്ണങ്ങളൊക്കെ. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം, ഇത്തിരി നേരം ഒന്ന് അടച്ചു വെക്കാം.
2-3 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ അടച്ചു വെച്ചിട്ട്. ഇത്രയും നേരം വെന്താൽ മതി. കൂടുതൽ നേരം വെന്ത് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അത് വേണ്ട. ഉപ്പ് ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച്. കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തു. നമുക്കിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസസും മുട്ടയൊക്കെ വെജിറ്റേറിയൻസിന് ഒഴിവാക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് പകരം നമ്മൾ ഗരം മസാല ഒഴിവാക്കണം. നമുക്കിതിലേക്ക് ചപ്പാത്തി കഷ്ണങ്ങളാക്കി വെച്ച് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചപ്പാത്തിയുടെ കഷ്ണങ്ങളിൽ ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടണം. ചപ്പാത്തി ഒന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ടിഫിനിൽ വെച്ച് കൊടുക്കാനും ഒക്കെ നല്ലൊരു ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിൽ ചപ്പാത്തിയിലൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും പിള്ളേർക്ക് കഴിക്കാം. ഞാൻ എടുത്ത പച്ചമുളകിനൊക്കെ എരിവുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരുവിധം നല്ല എരിവുണ്ട്. എരിവ് തീരെ കുറച്ച് മതി എന്നുള്ളവർ മുളക് പൊടിയുടെയൊക്കെ അളവ് കുറയ്ക്കാം. 1/2 ടീസ്പൂണിന് പകരം 1/4 ടീസ്പൂൺ ആക്കാം. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാതിരിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പണി കഴിഞ്ഞു. നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡിയായി. ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് തലേന്ന് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. ചപ്പാത്തി തലേന്ന് ഉണ്ടാക്കി അതും ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഉള്ളി മാത്രം ഉണ്ടാക്കാൻ നേരത്ത് അരിഞ്ഞാൽ മതി. അരിഞ്ഞ് വെച്ചേക്കണ്ട, അത് കൊള്ളത്തില്ല. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. തലേന്നത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവിയും 2 ചിക്കൻ്റെ പീസും ഒക്കെ എടുത്ത് വെച്ച് തലേന്ന് തന്നെ ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെ തട്ടി കൂട്ടാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഈ കൊത്തു ചപ്പാത്തി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് അടുത്ത ആഴ്ച വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.